ശ്രുതി പറഞ്ഞ കള്ളങ്ങൾ ഇനി പൊളിയാൻ പോകുന്ന സമയമായിരുന്നു. മലേഷ്യ യാത്ര റദ്ദായതോടെ വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനം കിട്ടിയെങ്കിലും സച്ചിക്കും ദേവതിക്കും ശ്രുതിയോട് സംശയം മാറിയിരുന്നില്ല. ഇവൾ പറയുന്ന കഥകളിൽ എന്തോ പൊരുത്തക്കേടുണ്ട് എന്ന ചിന്ത അവരെ വിട്ടുമാറിയില്ല. അതേസമയം ശ്രുതി എല്ലാവരുടെയും മുന്നിൽ തകർന്ന മകളായി അഭിനയിച്ചുകൊണ്ടിരുന്നു. അച്ഛന്റെ മരണവാർത്ത കേട്ട് കരഞ്ഞു തളർന്ന അവൾക്ക് കുടുംബാംഗങ്ങൾ ആശ്വാസം നൽകാൻ ശ്രമിച്ചു. പക്ഷേ അകത്ത് നടക്കുന്നത് മറ്റൊന്നായിരുന്നു. അച്ഛന്റെ സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയം, ഈ വീട്ടിൽ തന്റെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ആശങ്ക. അതെല്ലാം മറയ്ക്കാൻ ശ്രുതി കൂടുതൽ വലിയ നാടകങ്ങൾ കളിക്കാൻ തുടങ്ങി. രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. വിശന്നിരുന്ന ശ്രുതി ഒളിച്ച് അടുക്കളയിൽ ഭക്ഷണം എടുക്കാൻ എത്തി. പക്ഷേ അവിടെ എത്തിയ സച്ചി അവളെ കൈയോടെ പിടികൂടി. അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞവൾ ഇപ്പോൾ ഒളിച്ച് ഭക്ഷണം കഴിക്കാനോ? സച്ചിയുടെ വാക്കുകൾ ശ്രുതിയെ അകത്ത് വരെ കുലുക്കി. അടുത്ത ദിവസം രാവിലെ പുതിയ പ്രശ്നം തുടങ്ങി. ശ്രുതിയുടെ അച്ഛനു വേണ്ടി ബലികർമ്മങ്ങൾ നടത്തണമെന്ന് വീട്ടുകാർ തീരുമാനിച്ചു. പക്ഷേ ശ്രുതി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. എന്റെ അച്ഛൻ യുക്തിവാദിയായിരുന്നു, ഇത്തരം ചടങ്ങുകളിൽ വിശ്വാസമില്ല. എന്നാലും വീട്ടുകാർ പിന്മാറിയില്ല. ഇപ്പോൾ ശ്രുതിയുടെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കള്ളം തുടരണമോ അല്ലെങ്കിൽ സത്യം തുറന്നു പറയണമോ? സച്ചിയും ദേവതിയും അന്വേഷണം ശക്തമാക്കുമ്പോൾ ശ്രുതിയുടെ രഹസ്യം ഏത് നിമിഷവും പുറത്തുവരാം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് ആരും അറിയില്ല.